വിദ്യാർത്ഥികളുടെ സംഘർഷം കലാശിച്ചത് കൊലപാതകത്തിലേക്ക്. നാടിനെ നടുക്കിയ മരണമാണ് താമരശ്ശേരിയിൽ ഉണ്ടായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ തമ്മിൽ കലാശിച്ചത് കൊലപാതകത്തിലേക്ക്. അടുത്തയാഴ്ച SSLC പരീക്ഷ എഴുതാനിരുന്ന മുഹമ്മദ് ഷഹബാസ് എന്ന 16-കാരന്റെ മരണത്തിനിടയാക്കിയത് 2 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പോർവിളിയും സംഘർഷവുമാണ്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് വിദ്യാർത്ഥികൾ സംഘർഷം ആസൂത്രണം ചെയ്തത്. ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമങ്ങളുടെ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം നടന്ന ഞെട്ടിക്കുന്ന ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷഹബാസേ, പൊരുത്തപ്പെട്ടാട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചുറക്ക് നിൽക്കില്ല. പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് നോക്കും, ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ MJ-ലുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി, എല്ലാവരും കൂടി എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടത്തല്ലായി ഇങ്ങനെ കണ്ടല്ലേ വെക്ക. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ, പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടട്ടോ. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. അവന്റെ കണ്ണ് ഇപ്പോൾ ഇല്ലെന്നും സംഘർഷത്തിന് ശേഷം ആക്രമിച്ച ഒരു വിദ്യാർത്ഥി ചാറ്റിൽ പറയുന്നു. കൂട്ടത്തല്ലിൽ മരിച്ചാൽ പോലീസ് കേസെടുക്കില്ലെന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ ശബ്ദവും ഈ കൂട്ടത്തിലുണ്ട്. ഷഹബാസിനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ കൊല്ലും. അവന്റെ കണ്ണൊന്ന് പോയി നോക്ക്, 2 ദിവസം കഴിഞ്ഞ് കാണണം തുടങ്ങി ആക്രമണത്തിന് ശേഷം കലിയടങ്ങാത്ത വിദ്യാർത്ഥികളുടെ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ മരിച്ചാൽ പ്രശ്നമില്ല, പോലീസ് കേസെടുക്കില്ല തുടങ്ങിയ കാര്യങ്ങളും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ അയച്ച ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. എളേറ്റിൽ വട്ടോളി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത്. തിരിച്ചടിക്കാനായി എല്ലാവരും ട്യൂഷൻ സെന്ററിന് സമീപം എത്താനായിരുന്നു ആഹ്വാനം. ഇതിനു പുറമെ ഷഹബാസിന്റെ ഫോണിലേക്ക് അക്രമിയുടെ ക്ഷമാപണ സന്ദേശം വന്നതായി മാതാവ് റസീന പറഞ്ഞു. സംഭവത്തിൽ കുറ്റാരോപിതനായ 5 വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനമെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിനെ അറിയിച്ചത്. അതേസമയം താമരശ്ശേരിയിലെ വിദ്യാർത്ഥികളെ കൂടാതെ പുറത്തുനിന്ന് കണ്ടാലറിയാവുന്ന ചിലരും സംഘടിച്ചു എന്നാണ് ഷഹബാസിന്റെ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.